വാട്ട് എ മേക്കിംഗ്, സൂപ്പർ മൂവി. നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണണം. നമ്മുടെ പടമാണ്, സപ്പോർട്ട് ചെയ്യാം. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ വളരെ നന്നായിരുന്നു. ലാസ്റ്റ് നിമിഷം വരെ നല്ല ത്രില്ലിൽ കണ്ടു കാട്ടിക്കാം. നന്നായി. എന്തോ റോളാണ്. അതെ, തിയേറ്ററിലെ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സിനിമ കണ്ടപ്പം ഒരു പ്രേക്ഷക എന്ന നിലയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ദിസ് വർക്ക്. ആൻഡ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടു ബി ലൈക്ക് ദിസ് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ത്രില്ലർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബേസിലേട്ടൻ വില്ലനാണെന്നുള്ള ഓൾറെഡി നമുക്കറിയാം. അപ്പം വില്ലൻ ക്യാരക്ടർ എനിക്കൊന്ന് പുതുമയാണ് ബേസിലേട്ടൻ്റെ ഒരു. എനിക്കൊന്നും പറയാനില്ല ബേസിക്കലി. ഇത് വർക്കായി. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ടൈം വാച്ചറാണ് ഞാനും. സോ നസ്രിയ ബേസിൽ കോംബോ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഐ ഹാഡ് ഗൂസ് ബംപ്സ്. ഐ എം വെരി ഹാപ്പി. സസ്പെൻസ് ഐറ്റം തിയേറ്ററിൽ ഈ കഴിഞ്ഞിടയ്ക്കൊന്നും വന്നിട്ടില്ല. ദൃശ്യത്തിന് ശേഷം വെറുതെ ഭംഗിക്ക് പറയില്ല, ദൃശ്യത്തിന് ശേഷം തിയേറ്ററിൽ കത്താൻ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത് കത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയല്ല. ടീമിൻ്റെ പ്രൊമോഷൻ്റെ കുറവ് തന്നെ പറയാം. എഡിറ്റിങ്, BGM, ഡയറക്ഷന്, സ്ക്രിപ്റ്റ്, ക്യാമറ എവരി ഏരിയ പിടിച്ചിട്ടുണ്ട്. ബേസിലെ നസ്രിയെ നമ്മൾ ഈ ഒരു ലെവലിൽ കണ്ടിട്ടില്ല. കോമഡി ഒന്നും പ്രതീക്ഷിക്കോട്ട് ആരും വരണ്ട. സസ്പെൻസ് ത്രില്ലർ ഇഷ്ടമുള്ളവർ തിയേറ്ററിൽ വന്ന് കാണണം. ഇത് തിയേറ്ററിൽ കത്തി കയറാൻ പോകുന്ന സാധനമാണ്, വേറെ ലെവൽ ഐറ്റമാണ്. സമ്മതിച്ചു, അമ്മാതിരി പടത്തിന് മേക്കിംഗ് ആണ്. എവരി ഏരിയ ഒരു ക്ലിയർ എന്ന് പറയാവുന്ന രീതിയിൽ പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും. വയലൻസ് ഒക്കെ ഉണ്ടോ പടത്തിൽ? വയലൻസ് അങ്ങനെ ഡാർക്കായിട്ടില്ല, പക്ഷേ അത് ചെയ്തു വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട്. അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ നല്ല ഡിഫറൻ്റ് ആണ്. ഇതിലിപ്പം ബേസിലും നസ്രിയും മാത്രമല്ല, ബാക്കി അഭിനയിച്ചേക്കുന്നവരെല്ലാം അവരുടെ റോളോ പെർഫെക്റ്റ് ആയിട്ട് അവർ വന്നിട്ടുണ്ട്. ബേസിലും നസ്രി ഒന്നിക്കുമ്പോൾ എല്ലാവരും കോമഡിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കോമഡി അവിടെ ഇവിടെയൊക്കെ ചെയ്ത്, പക്ഷേ ഒരു പടത്തിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവും. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒക്കെ ഒരു അവസാനത്തെ 20 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആവും. അപ്പോൾ ആ ഒരു ലെവലിലാണ് എനിക്ക് ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നും. കാരണം അന്ന് ആ ദൃശ്യം ഏത് കയറി കത്തിയോ ആ ലെവലിൽ പടം കയറി കത്തുന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. വാട്ട് എ മേക്കിംഗ്, സൂപ്പർ മൂവി. അതിൽ കൂടുതൽ വേറെ വാക്കുകളൊന്നും പറയാനില്ല. തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമ. ഫാമിലി ആയിട്ടാണ് വന്ന് കാണേണ്ടത്. കാരണം ഇതിൽ വലിയൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഡിസ്കസ് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ റിവ്യൂലായി പോകും. സസ്പെൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു കില്ലിങ് ഉണ്ടാവുമല്ലോ, ഒരു കൊലപാതകം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൊലപാതകം എന്ന് പറയുന്നത് ഇന്ന് സൊസൈറ്റി ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എത്ര പാവമായിട്ടിരിക്കുന്ന ആൾക്കും കൊലയിലോട്ട് എങ്ങനെ ഡാർക്ക് സൈഡുണ്ട്. അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നത്. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. ഇത് കയറി കത്തും.